കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടുള്ള അവഗണനയിൽ സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും വിമർശിച്ച് ബി.ജെ.പി. ദേശീയ സമിതി അംഗം സി.കെ. പത്മനാഭൻ ആശുപത്രിക്ക് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തിനകം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ റോഡിൽ തടയുമെന്നും ബി.ജെ.പി. വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹാരമില്ലാതെ തുടരുമ്പോൾ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബി.ജെ.പി. 3 ദിവസത്തിനകം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ജില്ലയിലെത്തുന്ന മന്ത്രിമാരെ തടയുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് ബി.ജെ.പി. ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം. അതിന്റെ ആദ്യപടിയായാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ ജനകീയ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജിനോടുള്ള പിണറായി സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കുക, ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒഴിവുകൾ നികത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പാവപ്പെട്ടവരുടെ ആശ്രയമായ മെഡിക്കൽ കോളേജിനെ കാലിത്തൊഴുത്തിനേക്കാൾ മോശമാക്കിയവരെ ചാട്ടവാറിനടിച്ച് അറബിക്കടലിൽ തള്ളണമെന്നാണ് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. പത്മനാഭൻ പറഞ്ഞത്. പാവപ്പെട്ടവരുടെ ആശാകേന്ദ്രമായിട്ടുള്ള ഈ സ്ഥാപനത്തെ കാലിത്തൊഴുത്തിനേക്കാൾ മോശമായ നിലയിലേക്ക് ചവിട്ടിയരച്ച് തരം താഴ്ത്തിയിട്ടുള്ള ഈ ഭരണക്കാരായിട്ടുള്ള ആളുകളെ ചാട്ടവാറ് കൊണ്ട് അടിച്ചവരെ അറബിക്കടലിലേക്ക് വലിച്ചെറിയേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാരായ രോഗികളെയും അവരുടെ ബന്ധുക്കളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർ ഈ കുത്തരിഞ്ഞു കിടക്കുന്ന ഈ സ്ഥാപനത്തെ കുത്തിക്കെട്ടി നേരെയാക്കാനുള്ള സന്മനസ് ഇവർ കാണിക്കുന്നില്ലെങ്കിൽ ഇത്തരം ആളുകളെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യുവാനുള്ള കരുത്തുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന്. മരുന്ന് ക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനാണ് ബി.ജെ.പി. ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം. ഞങ്ങള് സംസ്ഥാന ഗവൺമെന്റിനും ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ബഹുമാനായിട്ടുള്ള പി.എ. മുഹമ്മദ് റിയാസിനും മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു 3 ദിവസത്തിനുള്ളിൽ ഈ മെഡിക്കൽ കോളേജിലെ മരുന്ന് ലഭ്യത അത് ഉറപ്പുവരുത്തിയിട്ടില്ല എങ്കിൽ കോഴിക്കോട് നഗരത്തിലെത്തുന്ന എല്ലാ മന്ത്രിമാരെയും പരസ്യമായി തടയുന്ന ആ ഒരു സമരമുറയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോവുകയാണ്. മരുന്ന് ക്ഷാമം നീണ്ട 21 ദിവസം കഴിഞ്ഞിട്ടും ശാശ്വത പരിഹാരത്തിനായി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. ജനം, കോഴിക്കോട്.